അരുൺകുമാർ, ഇന്ന് സഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ചുകൊണ്ട് 3 മണിക്കൂറാണ് ചർച്ച നടത്തിയത്. ആ ചർച്ച ഫലപ്രദമായി ചർച്ചയായി പര്യവസാനിച്ചു എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? തുടക്കത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങൾ അതിൽ ലഹരിയെ നേരിടാൻ എന്തൊക്കെ സർക്കാർ ഇതുവരെ ചെയ്തു എന്നതിൻ്റെ ചോദ്യങ്ങളുണ്ട്. സർക്കാർ ഒന്നും ചെയ്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. വിമുക്തി എന്ന പരിപാടിയുണ്ട്, അതുകൂടാതെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചൊക്കെ പല പ്രവർത്തനങ്ങളുമുണ്ട്. പക്ഷേ അതെല്ലാം എത്രത്തോളം ഫലപ്രദമായി നടക്കുന്നു എന്നുള്ളതിൽ സംശയമുണ്ട്. പലയിടത്തും പല രൂപത്തിൽ നിന്നു പോയിട്ടുള്ള എന്നതിൻ്റെ കണക്കുകളടക്കം ഇന്ന് പുറത്തു വരുന്നുണ്ട്. മുഖ്യമന്ത്രി സഭയിൽ സംസാരിക്കുമ്പോൾ നടന്നിരിക്കുന്ന അറസ്റ്റുകളുടെ എണ്ണമടക്കം ആണല്ലോ 2016 മുതലുള്ള കണക്കുകൾ കൃത്യമായി വിശദീകരിച്ചുകൊണ്ടാണല്ലോ പ്രതികരിച്ചത്. അപ്പോൾ പിന്നെ വിമർശനങ്ങളോട് എന്തിനാണ് അസഹിഷ്ണുത എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഒരു ചർച്ചയാകുമ്പോൾ വിമർശനങ്ങൾ ഉണ്ടാകും. ആ വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാമെന്ന ചർച്ചയിലേക്കാണ് പോകേണ്ടിയിരുന്നത്. ആ രൂപത്തിലായോ ആ ചർച്ച? ഇവിടെ ഏതു വിഷയം ഉയർന്നു വന്നാലും അതിനെ രാഷ്ട്രീയ ചുവയോടുകൂടി കാണുക. അത്തരത്തിൽ രാഷ്ട്രീയ ചുവയോടെ കണ്ട് പറയുന്ന നുണപ്രചരണങ്ങൾക്ക് വലിയ പർവ്വതീകരിച്ച വാർത്തയായി പത്രദൃശ്യ മാധ്യമങ്ങൾ അത് വാർത്തയാക്കുക. 2-3 ദിവസം ചർച്ച നടത്തുക, കൊഴുപ്പിക്കുക, റേറ്റിംഗ് കൂട്ടുക എന്നതാണ് മാധ്യമങ്ങളുടെയും ലക്ഷ്യം. ഇവിടെ ഉണ്ടായ അനിഷ്ട സംഭവം, ഇപ്പോൾ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി പറഞ്ഞു, ഒരു അനിഷ്ട സംഭവം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് ട്യൂഷൻ ക്ലാസ്സിൽ പാട്ടുപാടുമ്പോൾ മൈക്ക് ഓഫ് ചെയ്തപ്പോൾ കൂവിയതിന് അവർ തന്നെ ശിക്ഷ വിധിച്ച് ഒരു കുട്ടിയുടെ ജീവൻ എടുത്തത് നമ്മൾ ആരും അതിനെ പിന്തുണച്ചില്ലല്ലോ. ഇത്തരത്തിൽ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നമ്മളെല്ലാവരും. അതിൽ പോലും രാഷ്ട്രീയം കാണുകയാണ്. ഏതെങ്കിലും തരത്തിൽ കുട്ടികൾ കുറ്റവാളികളായാൽ, 18 വയസ്സിൽ താഴെയുള്ളവർ പ്രതികളായി മാറിയാൽ അവരെ ജൂനിയർ ജസ്റ്റിസ് ബോർഡിന്റെ മുന്നിൽ ഹാജരാക്കും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനം എടുക്കുന്നതെല്ലാം ജൂനിയർ ജസ്റ്റിസ് ബോർഡാണ്. അവരെ പ്രതികളെന്നോ കുറ്റവാളികളെന്നോ ഉപയോഗിക്കാൻ പാടില്ല. നിയമവുമായി പൊരുത്തക്കേടുള്ള വിദ്യാർത്ഥികൾ എന്ന വാക്കേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരമാണ്. അത്തരത്തിൽ നിയമപ്രകാരം ജൂനിയർ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ അവരാണ് ഈ കുട്ടികളെ റിമാൻഡ് ചെയ്യുന്നത്, അവരെന്തു ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്, ഉത്തരവിടുന്നതെല്ലാം. അത്തരത്തിൽ പരീക്ഷ എഴുതാൻ ജൂനിയർ ജസ്റ്റിസ് ബോർഡ് അനുവദിച്ച കുട്ടികളെ അവർ പഠിച്ച സ്കൂളിൽ കൊണ്ടുപോയി പരീക്ഷ എഴുതിയാൽ അവിടെ മറ്റു കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം താങ്കളുടെ സഹപാഠിയെ കൊന്ന ആളുകൾ ആ സ്കൂളിൽ വന്നിരുന്ന പരീക്ഷ എഴുതുന്ന സാഹചര്യം. അപ്പോൾ ജൂനിയർ ജസ്റ്റിസ് ബോർഡിന്റെ ഉത്തരവ് പ്രകാരം അവർക്ക് പരീക്ഷ എഴുതാനുള്ള ഒരു സാഹചര്യം കൊടുത്തത് ഗവൺമെന്റിന്റെ വലിയ വീഴ്ചയായി ഇവിടെ ചിത്രീകരിക്കുകയാണ്. ഇതെല്ലാ സാഹചര്യത്തിലും ഇത്തരത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോടതി വിധി പറഞ്ഞാലും, കോടതി ഇടപെട്ടാലും, മറ്റേതെങ്കിലും ട്രൈബ്യൂണൽ ഇടപെട്ടാലും, അതുപോലെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ബോർഡ് കോർപ്പറേഷന്റെ വിധി വന്നാലും ഉത്തരവ് വന്നാലും അത് നടപ്പാക്കുമ്പോൾ എല്ലാം ഇടതുപക്ഷ ഗവൺമെന്റിന്റെ വീഴ്ച, അതിന് നേതൃത്വം കൊടുക്കുന്ന CPM-ന്റെ വീഴ്ച എന്ന രൂപത്തിൽ സഭയിൽ അവതരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അരുൺ അങ്ങനെ പറയാം. പക്ഷേ മകനെ നഷ്ടപ്പെട്ട അച്ഛൻ വിഷമിച്ചുകൊണ്ട് പറയുന്ന ഒരു പ്രതികരണമാണ്. അപ്പോൾ എന്ത് വേണ്ടിയിരുന്നു? നിങ്ങൾക്ക് ഇതിൽ റോളില്ല എന്നും സർക്കാർ അല്ല ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതെന്നും ആ കുടുംബത്തെ ബോധ്യപ്പെടുത്താനാകണം. ഇതിൽ ഇപ്പോൾ പ്രതിപട്ടികയിൽ എന്ന് പറയാൻ പറ്റില്ല എന്നിപ്പോൾ താങ്കൾ പറയുമ്പോൾ, ആ കുട്ടി കുറ്റവാളി എന്ന് പോലും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, ആ സൂക്ഷ്മത നടത്തുന്ന കാര്യങ്ങളിൽ പ്രവർത്തനത്തിൽ എത്രത്തോളം ഉണ്ട് എന്നൊരു ചോദ്യം അവിടെ ഉയരുകയാണല്ലോ. അതിൽ ആദ്യ പ്രതി എന്ന് കരുതുന്ന വിദ്യാർത്ഥിയുടെ ആ പിതാവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങളുണ്ട്. TP കേസ് പ്രതിക്കൊപ്പമുള്ള അയാളുടെ ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. ഈ കുട്ടിയെ മർദ്ദിച്ച ആയുധം ആ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ മർദ്ദനങ്ങൾ നടക്കുമ്പോൾ അയാൾ അവിടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ള സംശയമുണ്ട്. അപ്പോൾ ആ രക്ഷിതാവിനെ സംബന്ധിച്ച് രാഷ്ട്രീയ സംരക്ഷണം അയാൾക്ക് കിട്ടുമോ, ആ കുട്ടിക്ക് കിട്ടുമോ എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും ഷാബാസിന്റെ കുടുംബത്തിനുണ്ടാകും. അപ്പോൾ അവരെ വിശ്വാസത്തിലെടുത്ത് അവരെ ആശ്വസിപ്പിക്കുന്ന എന്ത് നടപടിയുണ്ടായി എന്ന ചോദ്യം കൂടിയുണ്ടല്ലോ. അല്ല, താങ്കൾ എന്താ പറഞ്ഞേ? കുട്ടി കുറ്റവാളി എന്നോ പ്രതിയെന്നോ പറയാൻ പാടില്ല എന്ന് താങ്കൾ പറയുന്നു. അത് ഞാൻ പറയുന്നതാണോ? അല്ല, ഞാൻ പറയുന്നത് ആ സൂക്ഷ്മത, എന്റെ വാചകം ഇതാണ്, ആ വാചകം ഉപയോഗിക്കാൻ പാടുമോ, ആ വാക്ക് ഉപയോഗിക്കാൻ പാടുമോ എന്നതിലെ സൂക്ഷ്മത, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പുലർത്തുന്ന ആ ശ്രദ്ധ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട അച്ഛനുമായി എടുക്കുന്ന സമീപനത്തിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ആ സൂക്ഷ്മത ഞാനല്ല, 3 ദിവസമായി റിപ്പോർട്ടർ ചാനൽ വാർത്ത പ്രക്ഷേപണം ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾ ഏതെങ്കിലും ഈ കേസിലെ ഷഹബനാസ് കേസിലെ പ്രതി എന്ന് നിങ്ങൾ പറഞ്ഞോ? അല്ലെങ്കിൽ ഇതിലെ കുറ്റവാളി എന്ന് നിങ്ങൾ പറഞ്ഞോ? ഒരാളും പറഞ്ഞില്ലല്ലോ. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് കേൾക്കാൻ സൗകര്യമുണ്ടെങ്കിൽ കേൾക്ക്. ഞാൻ ഈ ചർച്ചയിൽ തുടരണമെങ്കിൽ ഞാൻ തുടരാം, അല്ലെങ്കിൽ ഞാൻ ഒഴിയാം. എനിക്ക് ഒരു നിർബന്ധമില്ല.
നിങ്ങൾ CPM-ന്റെ പ്രതിനിധിയായി എന്നെ വിളിച്ചിരുത്തുമ്പോൾ ഞാൻ ഈ പ്രതിയെ ന്യായീകരിക്കാൻ പറയുന്നത് പോലെയാണ് ഒരു ആങ്കർ എന്ന രൂപത്തിൽ താങ്കൾ ഇടപെടുന്നത്. അങ്ങനെയല്ല. ഈ രാജ്യത്ത് ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ നിയമത്തിന്റെ വാക്കുകളും വാചകങ്ങളുമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒരാളും ഉപയോഗിക്കാൻ പാടില്ല. ആ വാചകം പറയുമ്പോൾ താങ്കൾ പറയുന്ന വാചകം താങ്കൾ പറയുന്നതല്ല, ഈ രാജ്യത്ത് പാർലമെന്റ് പാസാക്കിയ നിയമത്തിലെ വാചകമാണ്. അത് എന്റെ തലയിലേക്ക് വെക്കേണ്ട. ഒരാളും ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കുകളും വാചകങ്ങളും എടുത്ത് അങ്ങനെ CPM-നെ അക്യൂസ് ചെയ്യാൻ താങ്കൾ ശ്രമിക്കേണ്ട. ഞങ്ങളെല്ലാവരും ഈ കുടുംബത്തോടൊപ്പം തന്നെയാണ്. ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുമ്പോൾ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്ന പോലീസ് സംവിധാനത്തിന്റെ ഭാഗം തന്നെയാണ്. അത് ഏതെങ്കിലും തരത്തിൽ ജൂനിയർ ജസ്റ്റിസ് ബോർഡ് ഉത്തരവ് ഇട്ടാൽ ആ ഉത്തരവ് നടപ്പാക്കേണ്ട ബാധ്യത ഇവിടുത്തെ പോലീസിനുണ്ട്, ഭരണ സംവിധാനത്തിനുണ്ട്. അത് പാസ്സാക്കിയില്ലെങ്കിൽ, അത് നടപ്പാക്കിയില്ലെങ്കിൽ അവിടെ കണ്ടന്റ് ഓഫ് കോർട്ടും മറ്റു നടപടികളും വരും. അല്ലാതെ ഒരു തരത്തിലും പ്രതികളെ ന്യായീകരിക്കുന്ന ഒരു നയിക്കവും ഇവിടെ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇന്ന് ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുത്തില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ചർച്ച? അത് ചർച്ച ചെയ്യാൻ മടിയാണ് ഭരണകക്ഷിക്ക്, മുഖ്യമന്ത്രിക്ക്, മന്ത്രിമാർക്ക് മടിയാണെന്ന് പറയും. അവിടെ ചർച്ച നടത്തിയല്ലോ കൃത്യമായി. ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ്? മയക്കുമരുന്നിനെതിരായിട്ടുള്ള പോരാട്ടം എവിടെ ചെന്നെത്തിയിരിക്കുന്നു? അതുപോലെ ലഹരിയുടെ വ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോരാട്ടം എവിടെ ചെന്നെത്തിക്കുന്നു? അടുത്ത കാലത്തുണ്ടായിട്ടുള്ള പ്രവണത എന്താണ്? ഇന്റർനാഷണൽ തലത്തിലുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് എന്താണ്? ഈ രാജ്യത്ത് നടത്തിയ പഠനങ്ങൾ പറയുന്നത്? ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതാണ്? ഏറ്റവും കൂടുതൽ കേസെടുക്കുന്ന സംസ്ഥാനങ്ങൾ ഏതാണ്? കൺവിക്ഷൻ റേറ്റ് ഉള്ള സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ കേസെടുക്കുന്നതിൽ കുറവുള്ള സംസ്ഥാനം ഏതാണ്? ഇതെല്ലാം ഈ നിയമസഭയിൽ ചർച്ച ചെയ്യപ്പെട്ടല്ലോ. അപ്പൊ ഇവിടെ ആരോപിക്കപ്പെടുന്നത് പോലെ കുറെ തഗ് ഒരു വലിയ ഡയലോഗ് ഉണ്ടാക്കി മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന വിഷയത്തിന്റെ ഉള്ളടക്കം ഇല്ലാതാകുമെന്നാണോ പ്രതിപക്ഷം പറയുന്നത്? അതുപോലെ തന്നെ അടുത്ത കാലത്ത് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ പ്രതിപക്ഷ നേതാക്കന്മാർ, ഭരണപക്ഷ നേതാക്കന്മാർ, അവരുടെ മക്കൾ പ്രതിയായ കണക്കും ഞാൻ തരാം, രജിസ്റ്റർ ചെയ്ത കേസുകളുടെ കണക്ക് തരാം. ഇതൊന്നും രാഷ്ട്രീയപരമായിട്ടല്ല കാണേണ്ടത്. ഇതെല്ലാം പൊതുസമൂഹം വീട്ടിൽ, അതുപോലെ തന്നെ പഠന കേന്ദ്രങ്ങളിൽ, ട്യൂഷൻ സെന്ററുകളിൽ, വായനശാലയിൽ, ക്ലബ്ബുകളിൽ, റെസിഡൻസ് അസോസിയേഷനുകളിൽ, അതുപോലെ തന്നെ സംഘടിക്കുന്ന എല്ലാ മേഖലകളിലും അതിശക്തമായി രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും അതീതമായി നമ്മൾ ഒത്തൊരുമിച്ച് നിന്നാൽ മാത്രമേ ഈ മയക്കുമരുന്നിന്റെ വ്യാപനത്തിന്റെയും ലഹരിയുടെ അടിമപ്പെട്ട് അറിയപ്പെടാത്ത ചതിക്കുഴികളിലേക്ക് വീണുപോകുന്ന യുവത്വത്തെ രക്ഷിച്ചു കൊണ്ടുവരാൻ കഴിയൂ, അക്രമവാസനയെ രക്ഷിച്ചു കൊണ്ടുവരാൻ കഴിയൂ. ഇതിനെ രാഷ്ട്രീയ ചുവയോടെ കാണരുത്. എല്ലാവരും ചില പ്രതികരണങ്ങൾ വരുമ്പോൾ അതിൽ സംശയിക്കേണ്ടതുണ്ട്. ഇപ്പോൾ TP കേസ് പ്രതിക്കൊപ്പം നിയമത്തിന് വഴങ്ങാത്ത ആളുടെ പിതാവിന്റെ ചിത്രം വന്നല്ലോ. അതാണ് ആ പിതാവിനെ സംശയത്തിനിടയാക്കിയിരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.